അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. നീ ഇതെന്തിനാണ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് മെഴുകുതിരിവട്ടത്തിലിരുന്ന് പഠിക്കുന്നത്? അത് പിന്നെ അമ്മ പഠിക്കുന്നതിന്റെ കഷ്ടപ്പാട് അറിയാനാ. മനസ്സിലായില്ല. ഭാവിയിൽ എന്റെ മക്കളോട് പറയാൻ എന്തേലും കഷ്ടപ്പാട് നിറഞ്ഞ വിദ്യാഭ്യാസ കഥകൾ വേണ്ടേ, അതിന്. ആയതിനാൽ ഇതാവുമ്പോ എനിക്ക് അവരോട് അഭിമാനത്തോടെ പറയാലോ, കഷ്ടപ്പെട്ട് മെഴുകുതിരി വട്ടത്തിൽ ഒരു പോളെ കണ്ണടക്കാതെയാണ് ഞാൻ പഠിച്ചിരുന്നതെന്ന്. ഈ പട്ടാ പകല് ജനലും വാതിലും അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് മെഴുകുതിരിയും കത്തിച്ച് നിന്റെ കഷ്ടപ്പാട്. പഠിപ്പിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും അമ്മ. എന്ന് കരുതി കുത്തിക്കഴപ്പിന്റെ അങ്ങേറ്റത്തേക്ക് പോകണോ? നീ ഇത് എത്രാമത്തെ വട്ടാണോ ഈ സപ്ലൈ എഴുതുന്നത്? 8ാമത്തെ. കഴിഞ്ഞ സപ്ലിക്ക് വവ്വാല് കുഞ്ഞിനെ പോലെ കിഴക്കാൻ നോക്ക് കിടന്നായിരുന്നില്ലേ പഠിച്ചത്? അതെന്തിനായിരുന്നു? അത് ഞാൻ തലകുത്തി നിന്നാ പഠിച്ചതെന്ന് പറയിപ്പിക്കാനായിരുന്നു. അതിന് മുന്നത്തെ സപ്ലിക്ക് 7 പകലും 7 രാത്രിയും ഉറങ്ങാതെ പഠിച്ചു. എന്നിട്ടോ എക്സാം ഹാളിൽ കടന്നുറങ്ങി. ഓരോ സപ്ലിക്കും ഓരോ വ്യത്യസ്ത ശൈലിയിൽ പഠിക്കുന്നുണ്ടേലും നീ എന്താണ് പാസ്സാവാത്തെ? പഠിച്ചാ മാത്രം പോരല്ലോ, പേപ്പറിൽ എഴുതണ്ടേ. പഠിച്ചത് പേപ്പറിൽ എഴുതാൻ നിനക്ക് എത്ര പാട്? എന്താന്നറിയില്ല അമ്മ, ആ ഒരു സമയത്ത് എനിക്ക് പഠിച്ചത് മറക്കോ? മറക്കൊന്നുമില്ല, നല്ല പോലെ ഓർമ്മയിലുണ്ടാവും. പിന്നെ അതെല്ലാം എഴുതി ഫലിപ്പിക്കാൻ ഭയങ്കര മടിയാ, എന്നെ കൊണ്ടൊന്നും വേല. പിന്നെ എന്തിനാടാ പോങ്ങളാ നീ ഇങ്ങനെ ഇല്ലാത്ത കഷ്ടപ്പാട് ഉണ്ടാക്കി പഠിക്കുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച് തോൽക്കുന്നതിന്റെ മധുരം വിജയത്തിനേക്കാൾ വ്യത്യസ്ത രുചിയുള്ളത് കൊണ്ട്. വ്യത്യസ്ത വട്ട്. പക്ഷെ ഇത്തവണത്തെ ആൻസർ ഷീറ്റിൽ ഉത്തരങ്ങൾ കൊണ്ട് നിറയും. നേരെ ചുമ എഴുതാൻ പോവാണോ? അയ്യേ, A to Z ബിറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓ, ബിറ്റ് നോക്കി എഴുതോ? ശേഷം ഓരോ ക്വസ്റ്റിന്റെയും യഥാക്രമത്തിനനുസരിച്ചുള്ള ബിറ്റ് ആൻസർ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കും. സംഗതി സിമ്പിൾ, ഒരു വ്യത്യസ്ത കൈൻഡ് ഓഫ് റൈറ്റിംഗ് അല്ലേ? അപ്പൊ 8ാം വട്ടവും പൊട്ടി.